യെസ് ഭാരത് വെഡിംഗ് കളക്ഷൻസ് പകരമാകില്ല മറ്റൊന്നും. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കരുനാഗപ്പള്ളി, വൈബി ഫാഷൻ, അടൂർ. India's finest snow park, Navad Highlight Mall, Calicut. ഈ 8 മക്കളെ നോക്കാന്ന് പറയുന്നത് ഒരു ഉപ്പയില്ലാതെ 8 മക്കളെ നോക്കിക്കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. കൊറേ കഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ മക്കളല്ലേ, ഓരോ രോഗവും എല്ലാ ഇതും നോക്കണ്ടേ. ഷെയർ കൊറേ കാലമായി ഇങ്ങനെ പാട്ട് വയ്ക്കുന്നു. പകലന്തി നേരത്തും പരിഭവമില്ലാതെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ എത്താൻ വേണ്ടിട്ട്. ഉമ്മ ഇപ്പൊ ഈ സ്റ്റുഡിയോയിലേക്ക് ആദ്യമായിട്ടല്ലേ പോകുന്നത്? ജഡ്ജസിനൊക്കെ കണ്ടപ്പോ ഉമ്മക്ക് എന്താ തോന്നിയത്? എല്ലാരും നല്ല ഇതിലാണ്. അവര് സ്റ്റേജിലേക്ക് വിളിപ്പിച്ചല്ലോ ഉമ്മ. അപ്പൊ ബേജാറ്. കനിവിൻ്റെ പാദങ്ങളിൽ ഞാനൊരുമ്മ. ഷഹീറിന്റെ ഉപ്പ 8 വയസ്സിൽ നമ്മളെ വിട്ടിട്ട് പോയി. പരിഭവമില്ല. പെട്ടെന്ന് ഒരു ദിവസം രാത്രി അറ്റാക്ക് എന്നിട്ട് ചെസ്റ്റ് പെയിൻ ആയിട്ട് അന്ന് ഞാനിവിടെ അല്ലായിരുന്നു. അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ സ്റ്റേജിൽ പാടുന്നത്. പക്ഷെ അപ്പൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കാണാൻ. പൊൻതൂവൽ തൊട്ടിലിൽ പാടിയുറക്കുന്നൊരുമ്മ. പട്ടുമാലിലൂടെ ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഷഹീറും ഉമ്മയാണ് നമ്മുടെ കൂടെ. ഉമ്മ, ഷഹീർ നമസ്കാരം. ഷഹീർ പട്ടുറുമാലിലെ മിന്നും താരമാണ് ഷഹീർ, അല്ലെ? എല്ലാവർക്കും ഇപ്പൊ അറിയാം ഷഹീർ എന്ന് പറഞ്ഞാൽ പട്ടുറുമാൽ. എങ്ങനെയായിരുന്നു ഈ പട്ടുറുമാലിലേക്കുള്ള ഒരു ജേണി? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ചെറുതിലേ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ ഓഡീഷന് പങ്കെടുത്തു. ഞാൻ അവസാനം എത്തിച്ചേർന്നതാണ് പട്ടുറുമാലിൽ. ഇപ്പൊ എനിക്ക് പട്ടുറുമാലിൽ ഇപ്പൊ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണോ? 4 ഷെഡ്യൂൾ ഷൂട്ട് ചെയ്തു. ഇനി അടുത്തത് അവരെ അറിയിക്കാന്ന് പറഞ്ഞ ഷൂട്ട് ടൈം. അതില് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു പാട്ട് ഈ അടുത്തിടെ കേൾക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ടി കുറച്ച് പാടിത്തരാം. പാടാം. പകലന്തി നേരത്തും പരിഭവമില്ലാതെ പണിയെടുത്തലയുന്നൊരുമ്മ എന്നെ പരിപാലനത്തിൻ്റെ പൊൻതൂവൽ തൊട്ടിലിൽ പാടിയുറക്കുന്നൊരുമ്മ. കനിവിൻ്റെ പാദങ്ങളിൽ ഞാനൊരുമ്മ. പകലന്തി നേരത്തും പരിഭവമില്ലാതെ പണിയെടുത്തലയുന്നൊരുമ്മ എന്നെ പരിപാലനത്തിൻ്റെ പൊൻതൂവൽ തൊട്ടിലിൽ പാടിയുറക്കുന്നൊരുമ്മ. കനിവിൻ്റെ പാദങ്ങളിൽ ഞാനൊരുമ്മ. ഉമ്മ, ഈ പറഞ്ഞ കേട്ടൊരു പാട്ടില് എല്ലാം കൊണ്ട് അർത്ഥവ്യക്തമായിട്ടുള്ള ഒരു ഉമ്മയാണ് ഇതെന്ന് മനസ്സിലാവും. ഇപ്പോ നമ്മുടെ ആളെ ഷഹീറിനെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇപ്പൊ എല്ലാരും തിരിച്ചറിയുന്നുണ്ടാവും. ഒരുപാട് നല്ല വാക്കുകൾ എല്ലാരും പറയുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ പിന്നിലൊരു ഷഹീർ ഉണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഷഹീർ ഇവിടെ വരെ എത്തിയെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാൽ ഇത് കുറച്ചു പേർക്കെങ്കിലും അറിയാത്തവരായിട്ട് ഉണ്ടാവും. അത് ഉമ്മയെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഷഹീർ ഇവിടെ എത്തിയെന്നുള്ളത്. ഷെയർ കൊറേ കാലമായി ഇങ്ങനെ പാട്ട് വയ്ക്കുന്നു. നമുക്ക് ശരിക്കും മനസ്സിലാവും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉമ്മ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഷഹീറിനെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്, അല്ലെ? ഉമ്മന്റെ 8 മക്കളിൽ എത്രാമത്തെ മോനാണ് ഷഹീർ? നാലാമത്തെ മോനാണ്. നമ്മള് കേൾക്കുകയുണ്ടായി ഷഹീറിന്റെ ഉപ്പ 8 വയസ്സില് നമ്മളെ വിട്ടിട്ട് പോയി. അപ്പൊ അതിനുശേഷം ഉമ്മ ഈ 8 മക്കളെ നോക്കാന്ന് പറയുന്നത് ഒരു ഉപ്പയില്ലാതെ 8 മക്കളെ നോക്കിക്കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും, അല്ലെ? ഉമ്മ എങ്ങനെ ഉമ്മ അത് തരണം ചെയ്ത് ഇനി വന്നത്? കൊറേ കഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ മക്കളല്ലേ, ഓരോ രോഗവും എല്ലാ ഇതും നോക്കണ്ടേ. എത്ര വയസ്സ് മുതൽ ഇങ്ങനെ പാടി തുടങ്ങുന്നത്? 7 വയസ്സൊക്കെ ആകുമ്പോ മദ്രസിലൊക്കെ പാടാൻ പോയിട്ടുണ്ട്. പിന്നെ സാഹിത്യോത്സവം ഇങ്ങനെ പരിപാടിയിലൊക്കെ, പിന്നെ ഗാനമേള, ഇങ്ങനെ. ആ ഒരു സമയത്ത് എവിടെന്നെങ്കിലും എതിർപ്പുണ്ടായിരുന്നോ ഇങ്ങനെ പാടുന്നതിനും പോകുന്നതിനൊക്കെ? ആരെങ്കിലും എതിർത്തിരുന്നോ?
ഇപ്പൊ പട്ടുറുമാനില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതും ജഡ്ജസ് വരെ സ്റ്റേജിലേക്ക് വന്നതുമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഉമ്മേൻ്റെത്. ഉമ്മ സ്റ്റേജിൽ വരുന്നു അല്ലെ ഉമ്മക്ക് ആ സമയത്തൊക്കെ എന്താ ഉമ്മ തോന്നുന്നത്, ഇങ്ങനെ നമ്മുടെ മോൻ ഇത്രയും വലിയൊരു വേദിയിൽ എത്തുന്നു, അതിലൂടെ നമ്മൾ അറിയപ്പെടുന്നു, ഒരുപാട് ആളുകൾ അറിയുന്നു. അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ എത്തുന്നുള്ളത്, എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഉമ്മ എന്തൊക്കെയാ പ്രയത്നിച്ചത് ഈ മോന് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത്? ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, വാക്കുകൾ ശരിക്കില്ല. കാരണം എനിക്കറിയില്ലല്ലോ, ഉമ്മ പറയുമ്പോ നമുക്ക് അത് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. പക്ഷെ ഉമ്മക്ക് എന്തുകൊണ്ടോ വാക്കുകൾ കിട്ടുന്നില്ല, എന്താ പറയേണ്ടി അറിയില്ല. എന്താ പറയണ്ടേന്ന് അറിയില്ല. ശരിക്കും ഉമ്മ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഇവര് നോക്കണല്ലോ നമുക്ക്, അപ്പൊ നമ്മൾ എന്തായാലും പണിയെടുത്തിട്ട് വേണമല്ലോ നമ്മളെ മക്കളെ നോക്കാൻ. ഞാനങ്ങനെ പോയിട്ടില്ല. ചെറിയ പെൺകുട്ടികളല്ലേ, ചെറിയ മക്കളുമാണ്. അപ്പം അവരിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റൂലല്ലോ. അപ്പൊ ആ സമയത്ത് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സഹായിച്ചു. അതായത് മക്കളെ ഇട്ടിട്ട് പോവാൻ ബുദ്ധിമുട്ടാണ്. ശരിയാ ശരിയാ. ചെറിയ മക്കളാണ്, വീടില്ല. ചെറിയ ഒരു വയസ്സ്, 2.5 വയസ്സ്. 2.5 വയസ്സ്. ചെറിയ ആൾക്ക് 2.5 വയസ്സാണ്. 2.5 വയസ്സ്. അത് ഒക്കെ ചെറിയ അടുത്തടുത്തടുത്തുള്ള മക്കള്, നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 2 വയസ്സ് അങ്ങനെ. അത് ഏറ്റവും മക്കള് ചെറിയൊരു പ്രായം അല്ലേ ശരിക്കും. ഈ രണ്ടാളെ ഒറ്റ കുട്ടികളാണ്. വലിയ അവിടെ ഉള്ള ഓളൊപ്പം ഒരാളൂടെ ഉണ്ട്. ആണല്ലേ, ഒറ്റ കുട്ടികളുണ്ട്. ശരിക്കും ഷഹീറിന് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? എന്റെ ഉമ്മേനെ കൊണ്ട് എനിക്ക് ഇവിടെ കൊണ്ട് കാണിക്കണോ, ഉമ്മേനെയും കൊണ്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇവർക്ക് വേണ്ടിട്ടല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ഇന്നതെന്ന് പ്രത്യേകിച്ചില്ല. പക്ഷെ ഉമ്മക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തണം, ഈ പാട്ടിലൂടെ തന്നെ ഒന്ന് സന്തോഷമുണ്ട്. ഇനി ശരിക്കും ഇപ്പോ ഷഹീർ ഒരുപാട് പാട്ടുകളൊക്കെ പാടി, പട്ടുറുമാലിൽ വന്നതിന് ശേഷം ഒരുപാട് പേര് തിരിച്ചറിയാൻ തുടങ്ങി. ഒരുപാട് സ്റ്റേജ് ഷോകൾ അങ്ങനെയൊക്കെ ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ? എല്ലാം കൊണ്ട് സന്തോഷം. ഈ ജഡ്ജസ് ഒക്കെ തരുന്ന സപ്പോർട്ട് ഒക്കെ എങ്ങനെയാ? ജഡ്ജസ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. അവിടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരും. ഇങ്ങനെ ഭയങ്കര നമ്മളെ ഫ്രീ ആക്കും അവര്. അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മളോടെല്ലാം പറഞ്ഞു തരും. പക്ഷെ നമ്മൾ അതിൽ തന്നെ ഫ്രീ ആവും. അവര് അങ്ങനെ ആയിരിക്കും നമ്മളോട് സംസാരിക്കാം. ശരിക്കും അവരങ്ങനെ കർശനമായിട്ട് ഇത് തന്നെ ചെയ്യണം അങ്ങനൊന്നുമില്ല. നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ പാട്ടിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ ആദ്യം പാടി വെച്ച് അതേ ശൈലി തന്നെ പാടണം അങ്ങനൊന്നുമില്ല. അവര് കറക്റ്റ് ആ ഒരു നോട്ടിൽ പാടിയാൽ മതി. അങ്ങനെയൊക്കെ. ഉമ്മ പുറത്തിറങ്ങിയപ്പോ ഇപ്പൊ ആരെങ്കിലും ഒക്കെ പറയോ ഷഹീറിന്റെ ഉമ്മയല്ലേ അങ്ങനെ ചോദിക്കലുണ്ടോ? ഷഹീർ എന്ത് ചെയ്യുന്ന ഇപ്പൊ വീട്ടിലുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും? ഏറ്റവും കൂടുതൽ എന്താ ഉമ്മനെ കാണുമ്പോ എന്താ ചോദിക്കാം? മോന്റെ വിശേഷാണോ, മോന്റെ ഉമ്മയാണോ, എന്താ ചോദിക്കാം? മോനെ വന്നോ, മോനെ ഇപ്പം പാടാൻ പോലുണ്ടോ, പിന്നെ നിങ്ങളെ മോനല്ലേ ഷഹീർ എന്നൊക്കെ ചോദിക്കും. എന്നും കൊറേ ആൾ ചോദിച്ചിട്ടുണ്ട് ഒരു പരിപാടി. അപ്പൊ ഉമ്മ അതെ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയൂ അല്ലെ, എന്റെ മോനാ. അല്ലേ? ഒരു മോനെ സംബന്ധിച്ചിടത്തോളം ഉമ്മക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഷഹീർ കൊടുത്തത്. കാരണം അത്ര കഷ്ടപ്പെട്ട ഒരു ഉമ്മക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് ഇപ്പൊ മോൻ തന്നോണ്ടിരിക്കുന്നത് അല്ലേ? ഉമ്മ ഇപ്പൊ എപ്പോഴും പ്രാർത്ഥനയിലാണ് ഞാൻ എവിടെയെങ്കിലും എത്തുന്നതെന്ന് പറഞ്ഞിട്ട്. ഞാൻ എനിക്കെന്തെങ്കിലും ഒന്ന് പറ്റുന്നതിന് മുന്നേ നീ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കാണണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അതാ പറയുന്നത്. അതൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ ഉമ്മ? ഉമ്മ ഇപ്പൊ ഈ സ്റ്റുഡിയോയിലേക്ക് ആദ്യമായിട്ടല്ലേ പോകുന്നത്? അപ്പൊ ഫസ്റ്റ് ഒക്കെ പോയി അവിടെ ഉള്ളവരെയൊക്കെ ജഡ്ജസിനെ ഒക്കെ കണ്ടപ്പോ ഉമ്മക്ക് എന്താ തോന്നിയേ? എല്ലാരും നല്ല ഇതിലാണ്. അവര് സ്റ്റേജിലേക്ക് വിളിപ്പിച്ചല്ലോ ഉമ്മ. അപ്പൊ ബേജാറ് വരൂലെന്ന് പറഞ്ഞിരുന്നോ? സ്റ്റേജിലേക്ക് എന്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ എന്റെ കയ്യിൽ മൈക്ക് തരണേ, ഞാൻ അങ്ങോട്ട് വരില്ല. സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ സംസാരിച്ചിട്ട് ശീലല്ല. അപ്പൊ എന്നോട് പറഞ്ഞത് ഞാൻ വേദിയിലൊന്നും കയറില്ലാന്ന്. പക്ഷെ അവിടുന്ന് കയറേണ്ടി വന്നു. അതെല്ലേ. ഷഹീർ പാടിയിൽ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു? എല്ലാം ഇഷ്ടം അല്ലേ? നമുക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, എല്ലാ പാട്ടും എന്താണ് ഉമ്മനെ പറ്റിയുള്ള പാട്ടാണ് അധികം ഇഷ്ടം.
അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെ? ഷഹീർ ഫസ്റ്റ് ആയിട്ട് ഒരു പാട്ട് പാടിയിട്ട് ഒരു സമ്മാനം വാങ്ങി വരുന്നത് എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഇല്ല. ആദ്യമേ ഈ പാട്ട് മത്സരത്തിനൊക്കെ നിക്കുവായിരുന്നു അല്ലേ? എല്ലാത്തിനും പ്രൈസ് വാങ്ങിയിട്ടാ വരിക. ഷഹീർ മാത്രമാണോ ഈ ഒരു കഴിവ്? ബാക്കിയുള്ള മക്കൾക്കൊക്കെ എങ്ങനെ? എല്ലാവർക്കും ഉണ്ട്. എല്ലാരും പാടുവോ? അമ്മ പാടുവോ? ഞാൻ പാടില്ല. പാടെന്ന് പറഞ്ഞു പാടിപ്പിച്ചാലോ ഇല്ല, ഞാൻ പാടില്ല. ഷഹീറിന്റെ വേറൊരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം അല്ലെ? ഷഹീർ ഒരു പാട്ട് കൂടി പാടിത്തരോ? ഈ കണ്ണു നനഞ്ഞ പഠിപ്പിച്ച അങ്ങനെയൊന്നുമില്ല, ഓൻ തന്നെ സ്വന്തമായിട്ട്. പാട്ട് പഠിച്ചിട്ടുണ്ടോ ഷഹീർ? ആ പഠിച്ചിട്ടുണ്ട്. ഇത്ര വയസ്സിലാ? ശരിക്കും ഞാൻ +2 കഴിഞ്ഞതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങി. കാരണം ചെറുതിലങ്ങനെ പഠിക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. വീട്ടിലെ സാഹചര്യം അല്ലെ? എപ്പോഴെങ്കിലും ഷഹീർ പറഞ്ഞിട്ടുണ്ടോ ഉമ്മ എനിക്ക് പാട്ട് പഠിക്കണം എന്ന്? ആ സമയത്ത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, സാമ്പത്തിക സ്ഥിതി കൊണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൊറേ കഴിഞ്ഞാരെ കൊറേ വലുപ്പം വെച്ചാരാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ കൊണ്ട് അന്ന് പറ്റുമായിരുന്നോ? പറ്റൂല. ആ ഒരു ടൈമില് മോൻ വന്ന് പറയുന്നത് സങ്കടം വന്നത് എന്താ പറഞ്ഞ ഓർമ്മയുണ്ടോ ഷഹീർ ആ സമയത്ത്? ഷഹീറിന് ഓർമ്മയുണ്ടോ മോൻ എന്താ പറഞ്ഞത്? അന്ന് നമുക്ക് നോക്കാന്ന് പറയും, അല്ലാതെ പഠിക്കണ്ടെന്ന് പറയില്ല. എനിക്ക് എപ്പോഴും ചിന്തിച്ചിട്ട് ഒരു പിടുത്തം കിട്ടാത്തൊരു കാര്യമാണ് ഈ 2.5 വയസ്സുള്ള ഒരു കുഞ്ഞ്, തൊട്ടായിട്ടുള്ള മക്കള് എങ്ങനെ ഉമ്മ അതിനെ ആരൊക്കെ സഹായിച്ചെന്ന് പറഞ്ഞാലും നമുക്കൊരു മൈൻഡ് പവർ വേണം അല്ലെ? അത് ഉമ്മ അതെങ്ങനെ ഉമ്മ അങ്ങനെ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം ഒറ്റയ്ക്ക് ഈ മക്കളെയും വെച്ച് ജീവിക്കണം എന്നുള്ള എന്താ ഉമ്മ ആ സമയത്ത്? എന്റെ ഉപ്പ ഉണ്ടായിനി ഒപ്പം കുട്ടികളെ ഉപ്പന്നെ ഞങ്ങളെ ഉണ്ടായിരുന്നത്. ഉപ്പ ഞങ്ങളിങ്ങനെ ഇപ്പങ്ങനെ സമാധാനം. ഇവരെപ്പൊക്കും നല്ല സന്തോഷം, ഒരു പാട്ട് പാടണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു പാട്ട് എഴുതി കൊടുത്തൊക്കെ ചെയ്യും, പാടാൻ കഴിഞ്ഞില്ല. പെട്ടെന്നൊരു ദിവസം രാത്രി അറ്റാക്ക് എന്നിട്ട് ചെസ്റ്റ് പെയിനായിട്ട് അന്ന് ഞാനിവിടെ അല്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പെട്ടെന്ന് പറയുന്നുണ്ട്. ഞാനൊരു പ്രോഗ്രാമിന് പോയതായിരുന്നു. ഞാൻ വരുന്ന സമയത്താണ് ഒരു കട്ടിലിൽ എടുത്തോണ്ട് പോകുന്നത് കണ്ടത്. അന്ന് പാടൂല. ആങ്ങളന്റെ ഒപ്പം ഒരു ഇതിന് പോയത്. ആങ്ങളാരും എന്റെ ആങ്ങളാരും പാടും. പോയപ്പം ഉപ്പ പാടുമായിരുന്നോ? പാടുമായിരുന്നു. അതാ മക്കൾക്കൊക്കെ കിട്ടി ഉമ്മയും പാടുന്നു അല്ലേ? അതെ. ഉപ്പ എന്തോ എഴുതി തരാൻ ബാക്കി വെച്ചൊരു പാട്ടുണ്ടായിരുന്നു തോന്നുന്നു ഷഹീറിന്. ഒരു പാട്ടുണ്ട്, പക്ഷെ അത് അന്ന് എനിക്ക് പാടാൻ പറ്റില്ല. അത് അന്ന് മദ്രസയിലൊക്കെ ഞാനിങ്ങനെ പാടും. പക്ഷെ അന്ന് എനിക്കത് എന്തുകൊണ്ട് പാടാൻ പറ്റിയില്ല. ഇപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ സ്റ്റേജിൽ പാടുന്നത്. പക്ഷെ ഉപ്പാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണാൻ. എന്നെ ഇവിടെ വീട്ടിൽ നിർത്തിച്ചിട്ട് അങ്ങനെ പാടിക്കും. പക്ഷെ ഒരു വേദിയിൽ പാടി കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് അന്ന് എനിക്ക് സാധിച്ചില്ല. ഇപ്പോഴാണ് അപ്പം എന്താ പറയാ ഉമ്മ, ഷഹീറിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് ഷഹീറിന് പോവാനും പറ്റട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അല്ലെ? ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും. ശരിക്കും ഷഹീർ എത്ര വരെ പഠിച്ചു? ഷഹീർ ഇപ്പൊ പഠിക്കുന്നുണ്ടോ? ഞാന് സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അതിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ്, അല്ല വർക്കിന് കയറാൻ നിൽക്കുന്ന സമയത്താണ് പട്ടർമാല കിട്ടിയത്.
അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പാട്ട് പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനിരിക്കാൻ ഇല്ലാതെ വന്നുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒന്നുകൂടെ കയറണമെന്ന് വിചാരിച്ചു. എന്റെ ഷെഹീറിന്റെ ഇനി ഒരു ഡ്രീം എന്താ? എൻ്റെ ഡ്രീം പ്ലേബാക്ക് സിംഗറാണ്. പ്ലേബാക്ക് സിംഗർ ആവാന്നുള്ളത് പാട്ടിലൂടെ തന്നെ അറിയപ്പെടാൻ ഇനി മുന്നോട്ട് അല്ലേ? ഉമ്മയ്ക്ക് എന്താവണമെന്നാണ് ഉമ്മയുടെ ഒരു ആഗ്രഹം? എന്റെ ആഗ്രഹങ്ങൾ സിനിമയിലൊക്കെ പാടുന്ന വലിയ ഒരു ഗായകൻ അല്ലേ? അപ്പം ഷഹീർ എന്താ പറയാ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ട്, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ. അതിനെല്ലാം എല്ലാ നല്ലൊരു ഉമ്മ സപ്പോർട്ടിനായിട്ടുണ്ട്, ഉമ്മയുടെ പ്രാർത്ഥനകളുണ്ട്, ഇപ്പൊ നമ്മുടെയും പ്രാർത്ഥനകളുണ്ട്. ഒരുപാട് വേദികൾ കീഴടക്കാൻ പറ്റട്ടെ ഷഹീറിന്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. യെസ് ഭാരത് വെഡിംഗ് കളക്ഷൻസ് പകരമാകില്ല മറ്റൊന്നും. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കരുനാഗപ്പള്ളി, വൈബി ഫാഷൻ, അടൂർ. India's finest snow park, Navad Highlight Mall, Calicut.